ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജീസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അർച്ചനയുടെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സ്വാമിജി അർച്ചനയോട് സംസാരിക്കുന്നുണ്ട്. മനസ്സൊരുക്കി നന്നായി പ്രാർത്ഥിക്കാനും പറയുന്നു. പുറത്ത് ഗൂഗിൾ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ശോഭനയും ആരതിയും സച്ചിയും കൂടി വന്നിട്ടുണ്ട്. എന്നിട്ട് ചികിത്സ നടക്കുകയാണോ എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ കാണാൻ സാധിക്കുമോ എന്ന് സ്വാമിജിയോട് ചോദിക്കുന്നുണ്ട് ആരതി. ഉടനെ സ്വാമിജി പറയുന്നുണ്ട്, ഇപ്പോൾ കാണാൻ സാധിക്കില്ല. മയക്കത്തിനുള്ള ഒരു കൂട്ട് മരുന്ന് കൊടുത്തിരിക്കുകയാണ്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ കാണാൻ പറ്റൂ എന്ന് പറയുന്നു. ഇന്ന് മടങ്ങുന്നുണ്ടോ എന്ന് സ്വാമിജി ചോദിക്കുമ്പോൾ ആരതി പറയുന്നുണ്ട്, ഇന്ന് തിരിച്ചു പോകണമെന്നാണ് വിചാരിക്കുന്നത്. നാളെ കോടതിയിൽ കേസുണ്ട്, അത് കഴിഞ്ഞ് മടങ്ങിയെത്താം എന്നൊക്കെ ആരതി പറയുന്നു. ഇനിയിപ്പോൾ ഓർമ്മ തിരിച്ചു കിട്ടുമ്പോൾ അവളുടെ പഴയ ഭർത്താവിന് ആയിരിക്കുമോ ഓർക്കുന്നത്, അതോ എൻ്റെ മോനെ ആയിരിക്കുമോ എന്ന് വളരെയധികം ടെൻഷനോടെ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് ശോഭന. ശേഷം ഇപ്പോൾ അവന്തികയാണ് കാണിക്കുന്നത്. അവന്തിക മൂർത്തിയുമായി സംസാരിക്കുന്നു. പ്രധാനപ്പെട്ട മരുന്നുകൾ അയാൾ മാറ്റുമെന്ന് പറയുന്നുണ്ട് എന്ന് മൂർത്തി പറയുന്നുണ്ട്. കാരണം ഇവരിപ്പോൾ ഒരാളെ, അവിടുത്തെ ഒരു അന്തേവാസിയെ അവർ കാശ് കൊടുത്ത് വശത്താക്കി വെച്ചിട്ടുണ്ട്. ഇത് ഗുരുജി അറിയില്ലേ എന്ന് അവന്തിക മൂർത്തിയോട് ചോദിക്കുന്നു. സാധാരണ മരുന്നുകൂട്ടുകളെല്ലാം ഇയാളെ ഏൽപ്പിച്ചാൽ പിന്നെ ബാക്കിയെല്ലാം ഇയാൾ തന്നെയാണ് നോക്കുന്നത്. അർച്ചനയ്ക്ക് കിട്ടാൻ പോകുന്നത് ഫലമില്ലാത്ത വേറെ കുറേ മരുന്നുകളായിരിക്കും എന്ന് ഇങ്ങനെ മൂർത്തി പറയുമ്പോൾ മതി, അത് മതി, അതോടെ ചികിത്സ മുടങ്ങുമല്ലോ എന്ന് അവന്തികയും പറയുന്നു. ചികിത്സ മുടങ്ങും, ഇപ്പോൾ മേഡത്തിന് സമാധാനമായോ എന്ന് മൂർത്തി ചോദിക്കുന്നുണ്ട്. ഉടനെ അവന്തിക പറയുന്നുണ്ട്, ഇല്ല മൂർത്തി, ഇപ്പോൾ വേറൊരു അപകടവും കൂടി വന്നിട്ടുണ്ട്. ഇവിടെ സച്ചിയും അഡ്വക്കേറ്റ് ആരതിയും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. മരുന്നും ചികിത്സയും ഫലിച്ചാലും ഇല്ലെങ്കിലും ശരി, ഇതിനിടയിൽ സച്ചി അവളെ കണ്ടാൽ പിന്നെ അവരെല്ലാവരും എല്ലാം അറിയും എന്നിങ്ങനെ അവന്തിക പറയുന്നത് കേട്ട്, ഓ അപ്പോൾ അങ്ങനെ ഒരു അപകടം കൂടി ഉണ്ടല്ലേ എന്ന് മൂർത്തി പറയുന്നു. ഉടനെ അവന്തിക പറയുന്നുണ്ട്, അത് ചെറിയൊരു അപകടമല്ല, ഭാഗ്യത്തിനാണ് ഇപ്പോൾ രക്ഷപ്പെട്ടത്. അവരിപ്പോൾ ആ ചികിത്സാ മുറിയുടെ വാതുക്കൽ വരെ എത്തി. നമ്മുടെ ഭാഗ്യം കൊണ്ടോ എന്തോ ആ സ്വാമിജി ഇതുവരെ അവരെ അകത്തേക്ക് കയറ്റിയില്ല. അവൾക്ക് മയങ്ങാനുള്ള എന്തോ ഒരു ഔഷധക്കൂട്ട് കൊടുത്തിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇത് കേട്ട് മൂർത്തി പറയുന്നുണ്ട്, അത് കഴിഞ്ഞാൽ ഉടനെ അവന്തിക പറയുന്നുണ്ട്, അവൾ മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ സച്ചി അവളെ കയറി കാണും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഗോകുലും സച്ചിയും അവരെല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഇതിനിടയിൽ. സച്ചിയെ എങ്ങനെയെങ്കിലും മാറ്റണം എന്നും പറയുന്നുണ്ട് അവന്തിക. അത് ശരിയാണ്, ഒരു 10 മിനിറ്റ് ഞാൻ എങ്ങനെയെങ്കിലും മാറ്റാം എന്നിങ്ങനെ മൂർത്തി പറഞ്ഞ് മൂർത്തി അവിടെ നിന്നും പോകുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ഇപ്പോൾ അർച്ചനയാണ്. അർച്ചനയുടെ തലയൊക്കെ തോർത്തി കൊടുക്കുന്നുണ്ട് അവിടുത്തെ സ്റ്റാഫുകൾ. 2 സ്ത്രീകൾ അവിടെ നിൽക്കുന്നുണ്ട്. അതിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയും മുഖം വല്ലാതിരിക്കുന്നത്, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ, തലവേദനയോ ക്ഷീണമോ അങ്ങനെ എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മോളോടൊന്ന് സംസാരിക്കണമായിരുന്നു, അവളോടൊന്ന് സംസാരിക്കാഞ്ഞിട്ട് മനസ്സിന് എന്തോ പോലെ. ഉടനെ ആ സ്ത്രീ പറയുന്നുണ്ട്, പക്ഷേ ഈ മുറിയിൽ ഫോൺ അനുവദനീയമല്ല, ആരെങ്കിലും മുറിയിൽ ഫോൺ ഉപയോഗിച്ചു എന്നറിഞ്ഞാൽ ഗുരുജി അത് പ്രശ്നമാക്കും. എൻ്റെ മോളോട് സംസാരിക്കാതെ എനിക്കൊരു സമാധാനവുമില്ലെന്ന് പറയുന്നുണ്ട് അർച്ചന. ഇപ്പോൾ എന്തായാലും ഗുരുജി വരട്ടെ, നമുക്ക് സമ്മതം വാങ്ങിയിട്ട് വിളിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് അവർ. പിന്നീട് കാണിക്കുന്നത് സച്ചിയും ആരതിയുമാണ്. സച്ചിയും ആരതിയും ചായയൊക്കെ കുടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഓരോ തമാശകളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഫുൾ വെജിറ്റേറിയനാണ്, ഒരു ഓംലേറ്റ് പോലും കിട്ടില്ലേ എന്നിങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിന് ആരതി വഴക്ക് പറയുന്നു. എങ്കിൽ ഞാൻ പുറത്തു പോയി കഴിച്ചോളാം എന്ന് സച്ചി പറയുമ്പോൾ ആരതി ചോദിക്കുന്നുണ്ട്, അപ്പോൾ സമ്പ്രദാ മേഡത്തെ കാണണ്ടേ എന്ന്. കാണാം, അവരെ കണ്ടിട്ട് നമുക്ക് വേഗം മടങ്ങാം എന്ന് സച്ചിയും പറയുന്നു. ഇനി ഉത്സവത്തിൻ്റെ ദിവസം വന്നാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ആരതി പറയുന്നുണ്ട്, ഇവിടെ ഞാൻ വന്നില്ലെങ്കിൽ പിന്നെ ഗുരുജി വിഷമിക്കും, പക്ഷേ കോടതിയുടെ തിരക്കാണെങ്കിൽ അത്രയ്ക്കുമുണ്ട് എന്നിങ്ങനെ ആരതി പറയുന്നു. എങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം എന്നിങ്ങനെ പറയുന്നുണ്ട് സച്ചി. ആ സമയം തന്നെ ഇപ്പോൾ മൂർത്തിയെ കാണിക്കുന്നതിന് ശേഷം അർച്ചനയും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അർച്ചനയ്ക്ക് മരുന്നൊക്കെ കൊടുക്കാൻ തയ്യാറെടുക്കുകയാണ്. നേരത്തെ സമ്പതയെ കാണാൻ ഒരാൾ വന്നിരുന്നു, ആരതിയും കൂടെ മറ്റൊരാളും. അയ്യോ, എന്നിട്ട് അവർ പോയോ എന്ന് അർച്ചന ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അറിയില്ല എന്ന് അവിടുത്തെ സ്റ്റാഫുകൾ പറയുന്നു. അങ്ങനെ ഇപ്പോൾ അർച്ചനയെ കാണുന്നതിനായി 2 പേരും ആ ചികിത്സാ മുറിയുടെ വാതിൽ വരെ എത്തുന്നു. ആ സമയത്ത് പെട്ടെന്ന് തന്നെ സച്ചിക്ക് ഒരു കോൾ വരുന്നുണ്ട്. ആ കോൾ കേട്ടതും സച്ചി വളരെയധികം ടെൻഷൻ ആകുന്നുണ്ട്. എനിക്ക് ഉടനെ തന്നെ വീട്ടിലെത്തണം എന്നിങ്ങനെ വെപ്രാളപ്പെട്ട് പറയുന്നുണ്ട് സച്ചി. നമുക്ക് മേഡത്തിനെ ഒന്ന് കണ്ടിട്ട് പോയാൽ പോരെ എന്ന് ആരതി ചോദിക്കുമ്പോൾ അതിനുള്ള സമയമില്ല, വക്കീൽ വരുന്നുണ്ടെങ്കിൽ വാ, അല്ലെങ്കിൽ ഒരു ടാക്സി വിളിച്ച് വന്നാൽ മതി എന്ന് പറഞ്ഞ് സച്ചി ഇപ്പോൾ അവിടെ നിന്നും പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. പുറകെ ഓടി ചെല്ലുന്നുണ്ട് ആരതി. സച്ചി അവിടെ നിൽക്ക് എന്നൊക്കെ പറഞ്ഞ് ആരതി പിറകെ ഓടുകയാണ്. അങ്ങനെ സച്ചി പെട്ടെന്ന് തന്നെ ഓടി വണ്ടിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്താ സച്ചി, കാര്യം പറഞ്ഞിട്ട് പോ, ഒന്ന് നിൽക്ക് എന്നൊക്കെ ഇങ്ങനെ പുറകെ കിതച്ചുകൊണ്ട് ഓടി വന്ന് ആരതി ചോദിക്കുന്നുണ്ട്. അതൊക്കെ പറയാം, എനിക്ക് പെട്ടെന്ന് പോയേ പറ്റൂ എന്ന് സച്ചി പറയുന്നു. എന്നിട്ട് പറയുന്നു, വക്കീൽ കയറിക്കേ, കാര്യമൊക്കെ ഞാൻ വഴിയെ പറയാം എന്ന് സച്ചി പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവർ 2 പേരും പെട്ടെന്ന് തന്നെ വണ്ടിയിൽ കയറി വണ്ടിയും എടുത്ത് പോവുകയാണ്.
ശേഷം കാണിക്കുന്നത് ഒരു ഹോസ്പിറ്റലാണ്. അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കമല. കൂടെ സ്നേഹയും അനഘയും ഉണ്ട്. പെട്ടെന്ന് തന്നെ അവിടേക്ക് സച്ചിയും മാരുതിയും എത്തിയിട്ടുണ്ട്. എന്നാലും അവൾക്കിത് എങ്ങനെ കാണിക്കാൻ തോന്നി? എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് പൊട്ടി കരയുകയാണ് കമല. ഇപ്പോൾ സച്ചി വന്ന പാടെ സ്നേഹ ഇപ്പോൾ സച്ചിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അനഘയും മരിക്കും നിൽക്കുന്നു. ഈ സമയം ഡോക്ടർ അവിടേക്ക് വരുന്നുണ്ട്. ഉടനെ ചോദിക്കുന്നുണ്ട് ആതിരയ്ക്ക് എങ്ങനെയുണ്ട് എന്ന്. ഉടനെ പറയുന്നുണ്ട് സമയത്തിന് എത്തിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു, വേറെ പ്രശ്നമൊന്നുമില്ല, ബോധം വന്നാൽ ഉടനെ തന്നെ ഡിസ്ചാർജ് ചെയ്യാം, ആത്മഹത്യയാണ്, അതുകൊണ്ട് കേസ് എടുക്കും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. ഇതൊക്കെ കണ്ടിപ്പോൾ വളരെയധികം വിഷമത്തോടെ ആരതി നിൽക്കുന്നുണ്ട്. ആരതി വക്കീൽ അവിടെ നിന്നിട്ട് പറയുന്നുണ്ട് എല്ലാത്തിനും ഞാൻ കൂടിയാണ് കാരണം. അന്ന് ഡിവോഴ്സ് വേണമെന്ന് അവൾ അവിടെ വന്ന് വാശി പിടിച്ചപ്പോൾ അവളെ ഞാൻ സഹായിക്കാൻ പാടില്ലായിരുന്നു, അപ്പോഴേ സച്ചി വിളിച്ച് പറയേണ്ടതായിരുന്നു, അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ വളരെയധികം സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ആരതി. എൻ്റെ കുടുംബത്തിന് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ആരതിയെ സമാധാനിപ്പിക്കുന്നുണ്ട് സച്ചി. ആ ഡിവോഴ്സ് നോട്ടീസ് കയ്യിൽ കിട്ടിയാൽ സന്ദീപ് തിരിച്ചു വരുമെന്ന് അവളെ പോലെ ഞാനും വിശ്വസിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ആരതി പറയുന്നുണ്ട്. എന്തു പറയാനാ, അവൻ്റെ മനസ്സ് കല്ലായിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് സച്ചിയും. അങ്ങനെ ആതിരയെ കാണിക്കുന്നുണ്ട്. ആതിരയ്ക്ക് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. അരികിലിരുന്ന് കമല കരയുന്നുണ്ട്. കൂടെ സ്നേഹയും അനഘയും നിൽക്കുന്നു. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് അവന്തികയാണ്. അവന്തികയുടെ അടുത്തേക്ക് മൂർത്തി വരുന്നു. മൂർത്തി വന്നിട്ട് പറയുന്നുണ്ട് മേഡത്തിന് എന്തായാലും നല്ല ഭാഗ്യമുണ്ട്, സച്ചിയും ആ വക്കീലും എന്തായാലും സ്ഥലം വിട്ടു. ഇത് കേട്ട് വളരെയധികം സന്തോഷത്തോടെ സത്യമാണോ എന്ന് എന്നെ ചോദിക്കുന്നുണ്ട് അവന്തിക. ഉടനെ മൂർത്തി പറയുന്നുണ്ട് അതെ, സച്ചിയും ആ വക്കീലും കൂടി ആ വാതിൽ വരെ എത്തിയതാണ്. അകത്തേക്ക് കയറാൻ തുടങ്ങിയതും സച്ചിക്ക് ഒരു ഫോൺ കോൾ വന്നു. അത് അറ്റൻഡ് ചെയ്തതും തീ പിടിച്ചതുപോലെ സച്ചി അവിടെ നിന്നും ഓടി. സെക്കൻഡുകൾക്കകം അവിടെ നിന്നും കാറിൽ കയറി അവർ സ്ഥലം വിട്ടു എന്നും പറയുന്നു. ഇത് കേട്ട് വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് അവന്തിക. മാഡം എന്ത് പണിയാണ് ഒപ്പിച്ചത് എന്ന് മൂർത്തി ചോദിക്കുന്നുണ്ട് അവന്തികയോട്. ഉടനെ അവന്തിക പറയുന്നു ഞാൻ മൂർത്തിയോടല്ലേ പറഞ്ഞത്, അപ്പോൾ ഇത് മൂർത്തിയുടെ പ്ലാൻ അല്ലായിരുന്നോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ മൂർത്തി പറയുന്നുണ്ട് ഞാൻ ചില പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്ത് വരികയായിരുന്നു, അപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഞാൻ കരുതി മേഡം എന്തെങ്കിലും ചെയ്തതായിരിക്കുമെന്ന്. എപ്പോഴും അങ്ങനെ ഒരു സർപ്രൈസ് തരുന്ന ആളായിരുന്നല്ലോ മേഡം എന്നൊക്കെ അവന്തികയും പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ വിചാരിച്ച കാര്യം നടന്നു എന്നിങ്ങനെ മൂർത്തി പറയുമ്പോൾ അവരെന്തിനായിരിക്കും അത്രയ്ക്കും വെപ്രളപ്പെട്ട് പോയത് എന്ന് അവന്തിക ചോദിക്കുന്നു. വീണ്ടും അർച്ചനയാണ് കാണിക്കുന്നത്. അർച്ചനയ്ക്ക് മരുന്നൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. എനിക്ക് പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടുമ്പോൾ അത് ഒരു ശിക്ഷയാകുമോ എന്നിങ്ങനെ അർച്ചന ആ സ്ത്രീകളോട് ചോദിക്കുന്നുണ്ട്. അതൊരിക്കലും ശിക്ഷയാകില്ല എന്നവർ മറുപടി പറയുന്നുണ്ട്. എന്നിട്ട് സമൃദ്ധിക്ക് ഓർമ്മകളെ ഭയമുണ്ടോ എന്നും അവർ ചോദിക്കുന്നുണ്ട്. അറിയില്ല എന്ന് അർച്ചന പറയുന്നു. ഭയപ്പെടേണ്ടത് ഓർമ്മകളെയല്ല, അവയെ നേരിടാനുള്ള ഒരു ധൈര്യത്തെയാണ് എന്നൊക്കെ അവർ ഓരോന്നൊക്കെ പറഞ്ഞ് അർച്ചനയെ സമാധാനപ്പെടുത്തുകയാണ്. ഈ സമയം തന്നെ അവന്തിക ഏർപ്പാടാക്കി നിർത്തിയ ആ ഒരാൾ അവിടെ എത്തിയിട്ടുണ്ട്. ആ മരുന്ന് അടച്ചു വെക്ക്, എന്തെങ്കിലും പൊടി വീണാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നിങ്ങനെ ആ സ്ത്രീ അയാളോട് പറയുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവതിയാണ്, അതിലൊരു പോറൽ പോലും ഏൽക്കരുത്, അത്രേ എനിക്കുള്ളൂ എന്ന് അർച്ചന പറയുമ്പോൾ ചില സത്യങ്ങൾ നമ്മളെ വേദനിപ്പിക്കുന്നതായിരിക്കും, പക്ഷേ അതുകൂടിയില്ലാതെ പൂർണ്ണമാകില്ല എന്ന് അവർ ഇപ്പോൾ പറയുന്നുണ്ട്. ഈ സമയം ആ മരുന്നിലേക്ക് അയാൾ എന്തോ ഒരു പൊടി ഇട്ടതിന് ശേഷം അത് ഇളക്കി വെക്കുന്നുണ്ട്. ആ പച്ചമരുന്നിൽ അത് ചേർത്ത് ഇളക്കി നല്ലവണ്ണം മൂടി വയ്ക്കുന്നുണ്ട് അയാൾ. ആ സ്ത്രീയാണെങ്കിൽ അർച്ചനയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ധന്വന്തരമൂർത്തിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ എല്ലാം നന്നായി വരും, നല്ലവണ്ണം പ്രാർത്ഥിക്കുക എന്നൊക്കെ അവർ പറയുന്നു. ശേഷം ഇപ്പോൾ ഗൗരിയാണ് കാണിക്കുന്നത്. ഗൗരി വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. ശിശിര ഇപ്പോൾ ഗൗരിയുടെ അടുത്തേക്ക് വന്ന് മോളെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ, എന്തെങ്കിലും കഴിക്കണ്ടേ എന്ന് വളരെയധികം സ്നേഹത്തോടെ ഗൗരിയോട് ചോദിക്കുന്നുണ്ട്. ശിശിര എനിക്ക് വേണ്ട എന്ന് വളരെയധികം ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഗൗരി. എന്നാൽ വളരെയധികം സ്നേഹത്തോടെ തന്നെ ഓരോന്നും പറഞ്ഞ് ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ശിശിര. എന്നാൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വളരെയധികം ദേഷ്യത്തോടെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വളരെയധികം വാശി പിടിക്കുന്നുണ്ട് ഗൗരി. അച്ഛനും അമ്മയും വരാതെ ഞാൻ കഴിക്കില്ല എന്നും പറയുന്നു. അവർ ഈ രാത്രിയിൽ എങ്ങനെയാണ് വരുന്നത്, മോളിവിടെ പട്ടിണി ഇരിക്കുമോ എന്നൊക്കെ ശിശിര ചോദിക്കുമ്പോൾ ഇരിക്കും, ഇല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അരികിൽ എന്നെ കൊണ്ടുപോ എന്ന് പറഞ്ഞ് വീണ്ടും വാശി പിടിക്കുന്നുണ്ട് ഗൗരി. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.